ഹലോ അസ്സാം വലൈക്കും. അങ്ങനെ നമ്മുടെ ടി.ജി. മോഹൻദാസ് ഇന്നലെ തന്നെ ജാമ്യത്തിലിറങ്ങി അല്ലേ? നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. ഇന്നലെ തന്നെ ജാമ്യത്തിലിറങ്ങി. അപ്പം അദ്ദേഹത്തിന് ഒരു 15,000 രൂപയുടെ ചിലവ് ഗവൺമെൻറ് ഏറ്റെടുത്തു. അയാളെ അറസ്റ്റിൻ്റെ, അതായത് ഭക്ഷണത്തിൻ്റെ സോപ്പോ കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് ഒരു 15,000 രൂപ നമ്മുടെ തന്നെ നികുതി പണം എടുത്ത് ഇന്നലെ അദ്ദേഹത്തിന് ചിലവാക്കി. ഒരു പ്രയോജനം ഉണ്ടായില്ല. നിസ്സാരം ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നു മാത്രമല്ല, എന്താണ് ഉണ്ടായത്? എന്തെങ്കിലും ഉണ്ടായോ? ഒരു നടപടി ഉണ്ടായില്ല. നടപടി എടുക്കാത്തത് എന്താണ്? പോലീസ് ആദ്യം ഇത് കൊടുത്തില്ല, നോട്ടീസ് കൊടുത്തില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? പോലീസ് പറയുന്നത് എന്താണ്? ജാമ്യം ഒളിവിൽ പോകും എന്നുള്ളത് കാരണം കൊണ്ടാണെന്നുള്ളത്. നിസ്സാര വകുപ്പുകൾ ചുമത്തി ആളെ കൊണ്ട് പോകുന്നു അല്ലേ? ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ നിയമം. ഇനി ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ടി.ജി. മോഹൻദാസ് നടത്തിയത് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റാണ്. സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സ്ത്രീകളെയും ഉദ്ദേശിച്ചുകൊണ്ട് അതിൽ പുറത്തു നിന്നൊരാളോ സമരത്തിൽ പങ്കെടുക്കാത്ത പുരുഷന്മാരോ പരാതിപ്പെട്ടാൽ കേസെടുക്കാമെന്നല്ലാതെ വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ സമരത്തിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ മോഹൻദാസിൻ്റെ ഈ പ്രസ്താവന സമരത്തിൽ പങ്കെടുത്ത ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് അപമാനമായി. എന്നെ കൂടിയാണ് ഇയാൾ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് പരാതി നൽകിയാൽ കളി മാറും. അഫക്റ്റഡ് പാർട്ടിയുടെ പരാതിയായി അത് മാറും. ടി.ജി. മോഹൻദാസിനെതിരെ സമരത്തിൽ പങ്കെടുത്ത നിരവധി സ്ത്രീകൾ പരാതി നൽകിയിരുന്നു. എന്നാൽ സമരവുമായി ഒരു ബന്ധവുമില്ലാത്ത പുരുഷന്മാരുടെ പേരിലാണ് പോലീസ് കേസെടുത്തത്. അത് എന്തുകൊണ്ടാണ്? മോഹൻദാസിനെ സഹായിക്കാൻ മനഃപൂർവ്വം ചെയ്തതാണോ? ആഭ്യന്തരമന്ത്രി മറുപടി പറയണം എന്നൊരു പോസ്റ്റ് ഞാൻ കണ്ടു. വേറെ ആരുടെയല്ല, സുനിത ദേവദാസ് എന്ന് പറയുന്നൊരു വ്യക്തിയുടെ തന്നെയാണ് ആ പോസ്റ്റ്. അപ്പം ഒരു വീഡിയോസ് ഇട്ടുണ്ട്. ആ വീഡിയോസും ഞാനിവിടെ വെക്കുന്നുണ്ട്. കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയിരുത്തുക. പോയി ദാ വന്നു എന്ന് പറയുന്നത് ടി.ജി. മോഹൻദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 24 മണിക്കൂർ കഴിയും മുമ്പ് ജാമ്യം കിട്ടി. മൂപ്പര് വീട്ടിൽ പോയിട്ടോ. റേസ് CH FB-യിൽ എഴുതിയതുപോലെ അറസ്റ്റ് ചെയ്തേന്ന് പറഞ്ഞ FB-യിൽ ഭയങ്കര ഒരിടലൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ മുറ്റത്ത് മോഹൻജി. ഇത് തന്നെയാണ് അവസ്ഥ. TM സവാദിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അതിൽ പറയുന്നത് വായിച്ച് ഞാൻ കുറെ ചിരിച്ചേ. 3 നേരത്തെ ഭക്ഷണം 750 രൂപ, ഫുൾ ബോഡി ചെക്കപ്പ് 12,000, ചീപ്പിന് പെട്രോൾ അടിച്ചത് 2,000, പേസ്റ്റ് ബ്രഷ് സോപ്പ് 250, കട്ടൻ ചായ 30 രൂപ, ആകെ ചെലവ് 15,030. ഇത്രയും പൈസ സർക്കാരിനെ കൊണ്ട് ചെലവാക്കിച്ച് വീട്ടിൽ വന്ന് മൂടി പൊതിച്ച് കിടക്കുന്ന ടി.ജി. മാസ്ഡ എന്നാണ് പോസ്റ്റ്. സത്യം. ആ പോസ്റ്റിൽ പക്ഷേ പലരും കമന്റ് ഇടുന്നുണ്ട്, ഈ പേസ്റ്റ് ബ്രഷ് സോപ്പിന്റെ 250 രൂപ വേണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ്, മൂപ്പർക്ക് അത്തരം ദുർച്ചെലവുകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞ കമന്റ് ഇടുന്നുണ്ട്. ഭയങ്കര രസകരമായ പോസ്റ്റും കമന്റുകളുമാണ്. കേസെടുത്ത് 11ാം ദിവസമാണ് ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റ് നടന്നത്. അപ്പൊ ഞാനും നിങ്ങൾ ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും വളരെ പഴുതടച്ച കുറ്റമറ്റ രീതിയിൽ അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ വേണ്ടിയായിരിക്കും ഈ സമയം എടുക്കുന്നതെന്ന്. അങ്ങനെ വിചാരിച്ചവരില്ല ഇതിൽ. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് ഇപ്പോൾ പുറത്തു വരികയാണ്. 11 ദിവസം കിട്ടിയിട്ടും നോട്ടീസ് നൽകിയിരുന്നില്ല. സുപ്രീം കോടതിയുടെ മാർഗ്ഗനിർദ്ദേശം ഉണ്ടല്ലോ, നോട്ടീസ് നൽകാതെ അറസ്റ്റ് ചെയ്തു എന്നാണ് ടി.ജിയുടെ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്ത് ഇന്നലെ കോടതിയിൽ പറഞ്ഞത്. അത് കൂടാതെ വക്കീൽ പറയുന്നത് ആ വിവാദ വീഡിയോ നീക്കം ചെയ്യാൻ വേണ്ടി പോലീസ് ആവശ്യപ്പെട്ടിരുന്നേ ഇല്ലെന്നാ. അഥവാ പോലീസ് ആവശ്യപ്പെട്ടിരുന്നത് ഞങ്ങൾ അപ്പം തന്നെ നീക്കം ചെയ്യാൻ തയ്യാറായിരുന്നു എന്ന്. സുപ്രീം കോടതി നിർദ്ദേശം പാലിക്കാതെ മുൻകൂർ നോട്ടീസ് നൽകാതിരുന്നത് എന്താണ് എന്ന കോടതിയുടെ ചോദ്യത്തിന് പോലീസ് നൽകിയ മറുപടിയാണ് രസകരം. പോലീസ് പറയുന്നത് നോട്ടീസ് നൽകിയാൽ ടി.ജി. ഒളിവിൽ പോകാൻ സാധ്യതയുള്ളതിനാൽ ഞങ്ങൾ നോട്ടീസ് നൽകിയില്ല എന്നായിരുന്നു പറഞ്ഞത്. എന്തൊക്കെയാണ് ഈ പോലീസ് ശരിക്കും ചെയ്യുന്നത്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ ശരിക്കും സംഭവിക്കുന്നത്? അപ്പൊ ശരിക്കും നമ്മുടെ പോലീസ്, കേരള പോലീസ് എന്ത് ചെയ്യുകയായിരുന്നു ഈ 10 ദിവസം? എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് നിങ്ങളുടെ ഊഹം? ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനും ഈ 10 ദിവസം പോലീസിന് ഇല്ലായിരുന്നു എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്നാൽ അർജുൻ ആയങ്കിയെ നാടിളക്കി മറിച്ച് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല ടി.ജി. മോഹൻദാസിനെ എന്ന ചോദ്യം 4 പാട് നിന്ന് ഉയർന്നു. അതിന്റെ സമ്മർദ്ദത്തിൽ ഓടിപ്പോയി നോട്ടീസ് പോലും കൊടുക്കാതെ അറസ്റ്റ് ചെയ്തു. മോഹൻദാസിനെ അകത്തിടാൻ പോലീസിന് പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് ശാസ്തമംഗലം അജിത്തിനെ പോലുള്ള മിടുക്കനായ ഒരു വക്കീൽ ഹാജരായപ്പോൾ ജാമ്യം കിട്ടി മോഹൻദാസിന്. എന്നാൽ ചില നിയമവിദഗ്ധർ പറയുന്നുണ്ട് നോട്ടീസ് കൊടുക്കാത്ത വലിയ കുറ്റമൊന്നുമല്ല, മോഹൻദാസിനെതിരെ ചുമത്തിയ കുറ്റം മുഴുവനും 3 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമാണ്. അതിനാൽ ഈ ജാമ്യം സ്വാഭാവിക ജാമ്യമാണെന്നും നിയമവിദഗ്ധർ പറയുന്നുണ്ട്. അവിടെയാണ് എന്റെ അടുത്ത സംശയം വരുന്നത്. ടി.ജി. മോഹൻദാസിനെതിരെ നിരവധി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പരാതി നൽകിയിരുന്നു. എന്നാൽ താരതമ്യേന കുറഞ്ഞ കുറ്റങ്ങൾ ചുമത്താൻ പറ്റുന്ന പരാതിയിലാണ് ഈ കേസ് എടുത്തതെന്നും അതുവഴിയാണ് മോഹൻദാസ് രക്ഷപ്പെട്ടതെന്നും ഫേസ്ബുക്കിൽ ഒരു പരക്കെ ആക്ഷേപമുണ്ട്, ആരോപണമുണ്ട്. ജാമ്യം നൽകാൻ കോടതി പറഞ്ഞ കാരണം 71 വയസ്സ്, സ്ട്രോക്ക് വന്നിട്ടുള്ള ആളാണ്, സോറിയോസിസ്, പാർക്കിൻസൺ രോഗങ്ങളുണ്ട് എന്നതാണ്. അല്ല, എന്താ ഇതിന്റെ അർത്ഥം? ഈ പ്രായവും രോഗങ്ങളും ആരെയും എന്തും പറയാനുള്ള ഒരു ലൈസൻസ് ആയി മാറിയിട്ടുണ്ടോ? പ്രായം കൂടുന്തോറും മനുഷ്യന് പക്വതയും വിവേകവും ബോധവും അല്ലേ ഉണ്ടാവേണ്ടത്? അല്ലാതെ പ്രായം കൂടുന്തോറും പേപ്പട്ടിയെ പോലെ കാണുന്നവരെ മുഴുവൻ കടിക്കുക എന്നിട്ട് എനിക്ക് പ്രായമായി ജാമ്യം തന്നെ എന്ന് കെഞ്ചുകയുമാണ് വേണ്ടത്. പ്രായം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനമാണ്? എന്താണ് പ്രായത്തിന് പരിഗണനയുണ്ടോ? തെറി പറയുന്ന പ്രായമുള്ള ഒരു തെറി പറഞ്ഞാൽ പോട്ടെ എന്നാണോ? പ്രായം ആരും വിശുദ്ധനാക്കുന്നില്ല കേട്ടോ. പ്രായം എന്നത് തോന്നിയാസം പറയാനുള്ള ഒരു ലൈസൻസേ അല്ല. അത് മാത്രമല്ല, മോഹൻദാസ് ആദ്യമായിട്ടല്ല ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്. മുൻപും ടി.ജി. മോഹൻദാസിനെതിരെ കേസുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗുരുതരമായ വകുപ്പുകൾ തന്നെ ഇട്ട കേസുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കേസുകളിൽ ഒരു തുടർ നടപടിയും അതിലൊന്നും ഉണ്ടായിട്ടില്ല. ഈ കേസുകളിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ ഇയാൾക്കെതിരെ തുടർച്ചയായ കേസുകൾ വരുമ്പോൾ തുടർച്ചയായി കുറ്റം ചെയ്യുന്ന ആളാണെന്ന്.
എന്നിട്ട് ഇപ്രാവശ്യം ജാമ്യം കിട്ടി. അർത്തുങ്കൽ പള്ളി ശരിക്കും ശിവക്ഷേത്രമാണെന്നും അൾത്താര ഉൾപ്പെടെ പൊളിച്ച് പരിശോധന നടത്തണമെന്നും ഹിന്ദുക്കൾ ആ പള്ളി തിരിച്ചു പിടിക്കണമെന്നൊക്കെ ഒരു ക്യാമ്പയിൻ ടി ജി മോഹൻദാസ് 2017 നടത്തിയിരുന്നു, ട്വീറ്റ് ഒക്കെ ചെയ്ത്. അതിലാണ് ഒരു കേസ്, മതവിദ്വേഷം തന്നെയാണ് കേസ് വന്നത്. കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മറ്റൊരു കേസ് ആറന്മുള പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തായിട്ടാണ് കാണുന്നത്. ഈ പകർച്ചവ്യാധി സമയത്ത് ജനങ്ങളുടെ ആരോഗ്യത്തെ ഹാനികരമായ രീതിയിൽ പ്രവർത്തിച്ച എന്തോ ഒരു കുറ്റം എന്നാണ് അത് കാണുന്നത്. ശബരിമല കാലത്ത് രജിസ്റ്റർ ചെയ്ത കേസൊന്നും രേഖകൾ കാണുന്നില്ല, ചിലപ്പോൾ അതൊക്കെ തള്ളിപ്പോയി കാണും, കോഷ് ചെയ്ത് കളഞ്ഞാണ്, തേഞ്ഞു മാഞ്ഞു പോയി കാണും, എനിക്കറിയില്ല. ഇത് രജിസ്റ്റർ ചെയ്ത കേസുകൾ. അല്ലാത്ത കാര്യം ആലോചിച്ച് നോക്കൂ. എല്ലാ ദിവസവും പുള്ളി ചാനൽ ചർച്ചയിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും വന്ന് എന്തെല്ലാം ആരെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് ഓർത്ത് നോക്കൂ. എന്തെല്ലാം അതിശയ പ്രസ്താവനകൾ. അങ്ങനെ സ്ഥിരം നിയമം ലംഘിക്കുന്ന ആളായിട്ടും ഇന്നലെ ടി ജി മോഹൻദാസിന് ജാമ്യം കിട്ടിയെന്നതാണ് അതിശയകരം. ഒന്നുകിൽ നിലവിലുള്ള നിയമവ്യവസ്ഥകൾ അനുസരിച്ച് ഇത്രയും വലിയ കുറ്റമൊക്കെ ചെയ്താലും ആരെയും ശിക്ഷിക്കാനുള്ള വകുപ്പോ ജയിലിലിടാൻ വകുപ്പോ ഇല്ല, അല്ലെങ്കിൽ പോലീസിന് പഴുതടച്ച FIR ഇടാൻ താല്പര്യമില്ല. നിങ്ങൾ ഇതിൽ ഏതാണ് വിശ്വസിക്കുന്നത്? അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ ADGP P വിജയൻ, സ്മാർട്ട് വിജയൻ, അദ്ദേഹം പറഞ്ഞത് അർജുൻ ആയങ്കിയുടെ പോസ്റ്റിന് ലൈക്ക് അടിച്ചവരെ കമന്റ് അടിച്ചവരെ ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും പണി കിട്ടുമെന്നാണ്. അല്ല സാറേ, ടി ജി മോഹൻദാസിന് ലൈക്ക് അടിച്ചവരും കമന്റ് ഇട്ടവരും അയാളെ പിന്തുണച്ചവരെയൊക്കെ അങ്ങ് നോക്കി വെച്ചിട്ടുണ്ടോ? അവർക്കെതിരെ നടപടി ഉണ്ടാകുമോ? ഉദാഹരണത്തിന് KP ശശികലയെ നമുക്ക് എടുക്കാം. KP ശശികല മോഹൻദാസ് ഈ അധിക്ഷേപ പ്രസ്താവന നടത്തിയത് മുതൽ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങുന്നത് വരെ എന്തെല്ലാമാണ് പറഞ്ഞത്. ഒരു ഉദാഹരണം, ജിഹാദി പൂട്ട് നിയമത്തിലൂടെ തന്നെ പൊളിച്ച് പുറത്തിറങ്ങുന്ന ടി ജി മോഹൻദാസ് എന്നൊക്കെയാണ്. ഇതിൽ നടപടിയെടുക്കാൻ വല്ല വകുപ്പുണ്ടോ സാറേ? ശശികല മോഹൻദാസിന്റെ പോസ്റ്റിൽ ലൈക്ക് അടിച്ചിട്ടുണ്ട്, ഇതിൽ നടപടിയെടുക്കാൻ പറ്റുമോ? അതിനു മുമ്പ് ശശികല പറഞ്ഞത് എന്തിനാണ് ഈ അറസ്റ്റ്? ആണത്തം തെളിയിക്കാൻ വേണ്ടിയാണ് ഈ അറസ്റ്റ്. ഭീകരവാദികളും പരിശീലന കേന്ദ്രങ്ങളും ഒക്കെ അലങ്കാരമായി നാട്ടിൽ ആണത്തം തെളിയിക്കാൻ നട്ടിൽ നിവർത്താൻ സംഘപരിവാറിന്റെ നെഞ്ചത്തോട്ട് വലിഞ്ഞു കയറുന്ന ഈ അല്പന്മാർ മതി കേരളത്തിന്. കാരണം നാം അതേ അർഹിക്കുന്നുള്ളൂ എന്നാണ്. ഇതിൽ കേസെടുക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? ഇനിയിപ്പോൾ കേസെടുക്കാൻ വകുപ്പില്ല എന്ന് തന്നെ വിചാരിക്കുക. അർജുൻ ആയങ്കിക്ക് ലൈക്ക് അടിച്ചാൽ മാത്രമേ കേസെടുക്കാൻ വകുപ്പുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ശശികലയുടെ ഈ പോസ്റ്റിൽ കേസെടുക്കാൻ വകുപ്പുണ്ടാവില്ല, പോട്ടെ, പ്രശ്നമില്ല. പക്ഷേ ബുദ്ധിമുട്ടാണെങ്കിൽ കേസെടുക്കണ്ട. KP ശശികലയോട് ഒരു കാര്യം ചോദിക്കാമോ? ഏതൊക്കെയാണ് ശശികല പറഞ്ഞ ഈ ഭീകരവാദികളും പരിശീലന കേന്ദ്രങ്ങളും? കേരളത്തിൽ അത്തരത്തിൽ 2 സ്ഥാപനങ്ങളും ഭീകരവാദികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് അന്വേഷിച്ച് ആ വിവരം ഒന്ന് പുറത്തു വിടേണ്ടതല്ലേ? അത് ചെയ്താലും മതി. കേരളത്തിൽ അത്തരം ഇടങ്ങളുണ്ടെങ്കിൽ നമുക്ക് അറിയണമല്ലോ അത് ഏതൊക്കെയാണ്. അല്ലാതെ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നതൊക്കെ ശരിയാണോ? ചുമ്മാ അങ്ങ് വായി തോന്നിയത് പറഞ്ഞ് എല്ലാവർക്കും പോകാൻ പറ്റുമോ? അതോ സംഘപരിവാർക്കാർക്ക് എന്തും പറയാം, ഇവിടെ ഒരു പ്രശ്നമില്ല, കേസും പുക്കാറും ഒന്നും ഉണ്ടാവില്ല എന്നാണ് എന്ത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അല്ല സാറേ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ടി ജി മോഹൻദാസ് പറഞ്ഞതുപോലെ പച്ചയായ വർഗീയത, ലൈംഗിക അധിക്ഷേപം അങ്ങനെയൊക്കെ നടത്തിയാൽ പോലും ജാമ്യം ഈസി ആയിട്ട് 24 മണിക്കൂറിനുള്ളിൽ കിട്ടുന്ന ഈ നാട്ടിൽ അർജുൻ ആയങ്കിയോ മോഹൻദാസ് ആരുമാകട്ടെ ഏതോ ഒരു ക്രിമിനൽ എന്ന് വെക്കുക, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആരുടെയെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റിന് ആരെങ്കിലും ലൈക്ക് അടിച്ചാൽ ആ ലൈക്ക് അടിച്ചവരെ പിടികൂടാൻ പോലീസിനെ അനുവദിക്കുന്ന, സഹായിക്കുന്ന അങ്ങ് പറഞ്ഞ നിയമം ഏതാണ്? അറിയാൻ വേണ്ടി ചോദിക്കാം. ഞാൻ നോക്കിയിട്ട് അങ്ങനെ ഒരു നിയമം കണ്ടില്ല. ഭാവിയിൽ ആർക്കെങ്കിലും ലൈക്ക് അടിക്കുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കാമല്ലോ, അതുകൊണ്ട് ചോദിച്ചാണ്. ചോദിച്ചത് തെറ്റാണെങ്കിൽ മാപ്പ് തരണം. എന്നെ പിടിച്ച് ജയിലെന്നിടണ്ട. എന്നെ പിടിച്ച് ജയിലിട്ട് എനിക്ക് പിന്നെ എന്താ ജാമ്യം കിട്ടാൻ പോകുന്നില്ല. ശാസ്ത്രമംഗലത്തൊന്നും നമുക്ക് വേണ്ടി വരില്ലല്ലോ. അപ്പോൾ ടി ജി മോഹൻദാസിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത് നമ്മൾ കണ്ടല്ലോ, നമ്മുടെ സുനിത ദേവദാസ് ഈ പറയുന്ന ടി ജി മോഹൻദാസിനെതിരെ ഉള്ള ഒരു അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് കറക്റ്റല്ലേ? ആർക്ക് വേണ്ടിയാണ് നമ്മുടെ നിയമം പ്രവർത്തിക്കുന്നത്? എത്ര വർഷത്തോളമായി ഇദ്ദേഹം ഈ വർഗീയത നിറഞ്ഞ പ്രസ്താവനകൾ ഇറക്കുന്നു, എന്നിട്ടും നമ്മുടെ നിയമം അദ്ദേഹത്തിനൊപ്പമാണ്. ഇതാണ് പറഞ്ഞത് എന്തെന്ന്? ജനാധിപത്യം നമ്മുടെ രാജ്യത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓരോ വ്യക്തികളുടെ ആധിപത്യമാണെന്നുള്ളതാണ് എനിക്കൊക്കെ പറയുവാനുള്ളത്.